ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹക്ക് കിട്ടിയ ബഹുമാനം എത്ര വലുതാണ്. ഹിജ്റ പോകുന്ന സമയത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുടിക്കാൻ എവിടുന്നെങ്കിലും അല്പം പാല് കിട്ടിയാൽ തിരക്കേടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാ അങ്ങകലെ ഒരു വീട് കാണുന്നുണ്ട്, ആ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം നമുക്ക് രണ്ടുപേർക്കും. വീട്ടിലേക്ക് പോയപ്പോ അവിടെ ഒരു പ്രായമുള്ള ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ പേരാണ് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ. ആ ഉമ്മയുടെയും ഭർത്താവിന്റെയും ഒക്കെ ഇസ്ലാമിന്റെ വരവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലെത്തിയതൊരു കാരണമായി. രണ്ടുപേരും ആ വീട്ടിലെത്തിയിട്ട് ചോദിക്കുന്നു, കുടിക്കാൻ വല്ല പാലും ഉണ്ടോ? ഉമ്മ പറയുന്നു, ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ ഭർത്താവ് മേയ്ക്കാൻ കൊണ്ടുപോയി. ഇവിടെ നിങ്ങൾക്ക് പാല് തരാൻ ഏതെങ്കിലും ഒരു ആട് വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ കൂട്ടിലതാ ഒരു ആട് കിടക്കുന്നു. ഉമ്മ പറഞ്ഞു, കൂട്ടിലുള്ള ആടോ? അത് ഇന്നോ നാളെ എന്ന് പറഞ്ഞ ദിവസം വേണ്ടി കഴിയുന്നതാണ്. നടക്കാനും കഴിയില്ല, എഴുന്നേൽക്കാനും കഴിയില്ല, ക്ഷീണിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ ഇടക്കിടക്ക് വന്നു നോക്കും അത് മരിച്ചിട്ടുണ്ടോ, അത്രയും ക്ഷീണുണ്ടതിന്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, ഉമ്മ ആ ആടിനെ ഒന്ന് കറന്നോട്ടെ. ഉമ്മ ഇങ്ങനെ നോക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ക്ഷീണിച്ച് അവശയായി കിടക്കുന്ന ആടിനെ കറക്കാനോ? ഉമ്മ പറഞ്ഞു, പാല് വല്ലതും കിട്ടുമെങ്കിൽ നിങ്ങൾ കറന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂട് തുറന്നിട്ട് തങ്ങൾ കൈകൊണ്ടൊന്ന് ഇങ്ങനെ തടവിയപ്പോൾ ക്ഷീണം ബാധിച്ച് കിടക്കുന്ന ആട് എഴുന്നേറ്റ് നിന്നു. നടക്കാൻ കഴിയാത്തത് എഴുന്നേറ്റ് നിന്നു. അതിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒരു പുതിയ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ, എല്ല് മാത്രം പുറത്തേക്ക് കണ്ടിരുന്ന ഭാഗത്തൊക്കെ ഇറച്ചി വന്ന് ആരോ ഫിറ്റ് ചെയ്ത് കൊടുത്തതുപോലെ നല്ല ശരീരമായത് തുടുത്തു നിൽക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരൂ. അതേ കൂട്ടിൽ നിന്ന് ആ ആടിനെ പതുക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കി. ഇപ്പതിന് നടക്കാൻ കഴിയും, അതേ എഴുന്നേൽക്കാൻ കഴിയും, എല്ലാ കഴിവും ഉണ്ട്. തങ്ങളൊന്നിങ്ങനെ തടവിയിട്ടേ ഉള്ളൂ. അവിടുത്തെ കരസ്പർശം കൊണ്ട് മോചനം കിട്ടിയത് എത്ര പേർക്കാണ്.